ഫിലേമോന് എഴുതിയ ലേഖനം. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനായ ഫിലേമോനും നമ്മുടെ സഹോദരി അപ്പിയയ്ക്കും സഹസേനാനിയായ അർക്കിപ്പോസിനും നിങ്ങളുടെ വീട്ടിൽ കൂടുന്ന സഭയ്ക്കും ക്രിസ്തുയേശുവിന്റെ ഒരു തടവുകാരനായ പൗലോസും നമ്മുടെ സഹോദരൻ തിമോത്തിയോസും വന്ദനങ്ങൾ നേരുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ എപ്പോഴും നിന്നെ പ്രാർത്ഥനയിൽ ഓർക്കുകയും നിനക്കായി ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിൽ നിനക്കുള്ള വിശ്വാസത്തെപ്പറ്റിയും ദൈവത്തിന്റെ സകല വിശുദ്ധ ജനങ്ങളോടുള്ള നിന്റെ സ്നേഹത്തെപ്പറ്റിയും ഞാൻ കേൾക്കുന്നു. നിനക്കുള്ള ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സകല വിശ്വാസികളുമായി നീ പങ്കിടുന്ന വിശ്വാസം നമുക്ക് ക്രിസ്തുവിലുള്ള എല്ലാ നന്മകളെയും മനസ്സിലാക്കുവാൻ കാരണമാകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദര, ദൈവജനത്തോട് നീ സ്നേഹം കാണിച്ചിരിക്കുന്നു. നീ അവർക്ക് സന്തോഷം നൽകിയിരിക്കുന്നു. ഇത് എനിക്ക് വലിയ സന്തോഷവും ആശ്വാസവും തന്നിരിക്കുന്നു. നീ ചിലത് ചെയ്യാനുണ്ട്. ക്രിസ്തുവിലുള്ള നിന്റെ സ്നേഹം കാരണം നീ അത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നില്ല. അത് ചെയ്യുവാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നതേ ഉള്ളൂ. ഞാൻ പൗലോസാണ്. ഇപ്പോൾ ഞാൻ ഒരു വൃദ്ധനും ക്രിസ്തു യേശുവിന്റെ തടവുകാരനുമാണ്. എന്റെ പുത്രനായ ഒനേസിമോസിനു വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഞാൻ തടവിലായിരുന്നപ്പോഴാണ് അവൻ എന്റെ പുത്രനായത്. അവൻ നിനക്ക് പണ്ട് കൊള്ളരുതാത്തവനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എനിക്കും നിനക്കും ഉപകാരിയായി തീർന്നു. ഞാൻ അവനെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ അയക്കുന്നു. എന്റെ സ്വന്തം ഹൃദയമാണ് അവന്റെ ഒപ്പം ഞാൻ അയക്കുന്നത്. സുവിശേഷത്തിനു വേണ്ടി ഞാൻ തടവിലായിരിക്കുന്ന ഈ സമയത്ത് എന്നെ സഹായിക്കുന്നതിനായി എന്റെ ഒപ്പം അവനെ നിർത്തുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് വേണ്ടി അവൻ എന്നെ സഹായിക്കും. എന്നാൽ ആദ്യമേ നിങ്ങളോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ എനിക്കായി ചെയ്യുന്ന നല്ലതിന്റെ പ്രേരക ശക്തി എന്റെ നിർബന്ധത്താലല്ല, പ്രത്യുത നിങ്ങളുടെ സ്വന്തം ആഗ്രഹത്താലാണ്. എല്ലാ കാലത്തേക്കുമായി ഒനേസിമോസിനെ നിങ്ങൾക്ക് ലഭിക്കാനായിരിക്കാം കുറച്ചുനാൾ നിങ്ങളിൽ നിന്നും വേർപിരിച്ചത്. ഒരു അടിമയായല്ല, അടിമയെക്കാളും മെച്ചമായി ഒരു പ്രിയ സഹോദരനായാണ് അവനെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ അവനെ വളരെ സ്നേഹിക്കുന്നു, പക്ഷേ നിങ്ങൾ അതിലേറെയും സ്നേഹിക്കുന്നു. കർത്താവിൽ ഒരു സഹോദരനായും മനുഷ്യനായും നിങ്ങൾ അവനെ സ്നേഹിക്കും. എന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തായി സ്വീകരിക്കുമെങ്കിൽ ഒനേസിമോസിനെ സ്വീകരിക്കുക. എന്നെ സ്വാഗതം ചെയ്യുന്നത് പോലെ അവനെയും സ്വാഗതം ചെയ്യുക. ഒനേസിമോസ് നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എങ്കിൽ, അഥവാ നിനക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിടുക. ഞാൻ പൗലോസ് സ്വന്തം കൈകൊണ്ട് തന്നെയാണ് ഇത് എഴുതുന്നത്. ഒനേസിമോസ് തരാനുള്ളതെല്ലാം ഞാൻ തിരികെ തരാം. നിങ്ങളുടെ ജീവന് വേണ്ടി തന്നെ എന്നോടുള്ള കടപ്പാടിനെ പറ്റി ഒന്നും ഞാൻ പറയുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദര, കർത്താവിൽ എനിക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. എന്റെ ഹൃദയത്തെ ക്രിസ്തുവിൽ ആശ്വസിപ്പിക്കുക. ഞാൻ ആവശ്യപ്പെടുന്നത് നീ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇതെഴുതുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ നീ ചെയ്യുമെന്നും ഞാൻ അറിയുന്നു. കൂടാതെ എനിക്ക് താമസിക്കുവാനായി ദയവായി ഒരു മുറി ഒരുക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും നിങ്ങളുടെ അടുത്തു വരാൻ എനിക്ക് സാധിക്കുമെന്നും ഞാൻ ആശിക്കുന്നു. ക്രിസ്തു യേശുവിനു വേണ്ടി എന്നോടുകൂടി തടവിലായിരിക്കുന്ന എപ്പഫ്രാസ് നിനക്ക് വന്ദനം ചൊല്ലുന്നു. എന്നോടൊപ്പമുള്ള ശുശ്രൂഷകരായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിങ്ങളെ വന്ദിക്കുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ.